മോദി സർക്കാർ അധികാരത്തിൽ 3 വർഷം പൂർത്തിയാക്കി. മറിച്ചു പറഞ്ഞാൽ മോദി സർക്കാരിന് ജനകീയ കോടതിയെ സമീപിക്കാൻ ഇനി 2 വർഷം കൂടി മാത്രം ബാക്കി. അങ്ങനെ അവകാശവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിലാണ് മോദി സർക്കാർ 3ാം വാർഷികം ആഘോഷിക്കുന്നത്. 3 വർഷം കൊണ്ട് രാജ്യത്തിന്റെ സാമൂഹ്യ മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നാണ് അവകാശവാദം. സ്വച്ഛ് ഭാരതത്തിൽ തുടങ്ങി കള്ളപ്പണത്തിനെതിരായ പദ്ധതികൾ, നോട്ട് അസാധുവാക്കൽ, ഉജ്ജ്വല പദ്ധതി, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ മാറ്റം സാധ്യമാക്കി. ഇതിലൂടെ അടിസ്ഥാന ജനവിഭാഗത്തെ കൂടെ കൂട്ടാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ 3 വർഷത്തിനിടെ സർക്കാരിനെ കാര്യമായ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. 3 വർഷം പൂർത്തിയാകുമ്പോൾ സംഘപരിവാറിൽ നിന്നാണ് സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നത്. തൊഴിൽ മേഖലയിലും കാർഷിക മേഖലയിലും സർക്കാർ നയങ്ങൾ പ്രതികൂലമായി ബാധിച്ചു. നയങ്ങൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ഭരണ അനുകൂല സംഘടനയായ BMS. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് സംവിധാനത്തിൻ്റെ വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾക്ക്, തൊഴിൽ മേഖലയിൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ വലിയൊരു ക്രൈസിസിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം വിമർശനങ്ങൾക്കിടയിലും മോദി എന്ന ബിംബം രാജ്യത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി മാറിയെന്ന വിലയിരുത്തലിലാണ് ഭരണകക്ഷിയായ BJP. ഇതിലൂടെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. ജൂലൈ, ഒക്ടോബർ മാസങ്ങളായി നടക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളും അടുത്ത വർഷം നടക്കുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുമാണ് മോദി സർക്കാരിനും BJPക്കും ഉടൻ അഭിമുഖീകരിക്കേണ്ടത്. അതേസമയം 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംഘടനാ തലത്തിൽ BJP തുടങ്ങിക്കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.